ഇത് 2026 സ്കോർപിയോ എൻ ഫേസ് ലിഫ്റ്റ്, അതായത് 2026 വന്നേക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അതായത് സ്കോർപിയോ എന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. എല്ലാ കൂടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ സ്ഥിരമായി കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരിക്കും. മറന്നുകൂടൊന്നും ചെക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത് നമ്മൾ ഈ ഒരു വാഹനം ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും ഇറാം മോട്ടോഴ്സിൽ വെച്ചിട്ടാണ്. ഇറാം മോട്ടോഴ്സിൻ്റെ ഷോറൂമിൽ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ മഹീന്ദ്രൻ്റെ ഏത് വണ്ടിയുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ XCV90 ആണെങ്കിലും BS6 ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് മോഡലുകളാണെങ്കിലും ഏതിനെക്കുറിച്ചും, പിന്നെ ഈ ഒരു കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാൻ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് മുമ്പ് വരെ അവൈലബിൾ ആയിരുന്ന ഒരു കിഡ്ലർ മോഡലാണ്. ഈ വണ്ടി കാണാൻ നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ലുക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യുവൽ ചേമ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രോം എലമെൻറ്റോട് കൂടി വന്ന പുതിയ മഹീന്ദ്ര ലോഗോ, 360 ഡിഗ്രി ക്യാമറ. ഇപ്രാവശ്യം വന്നേക്കുന്നത് 540 ഡിഗ്രി ക്യാമറയാണ്. നമുക്ക് അണ്ടർ ബോഡി കൂടി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതൊരു നല്ല ചേഞ്ചാണ്. ഇവിടെ നമുക്ക് DRLും അതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാൻ പറ്റും. അതൊരു വ്യത്യാസമായിട്ടുള്ളൊരു പാറ്റേൺ ആട്ടെ, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും കൊടുക്കുന്നില്ല, എക്സെപ്റ്റ് ഞാനീ പറഞ്ഞ ഈ ഒരു ക്യാമറൻ്റെ കേസ് ഒഴിച്ച് എന്നുള്ളതാണ്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീലാണ്. പുതിയ വീൽ എന്ന് പറയുമ്പോൾ ആ ഒരു അലോയ് പാറ്റേണിൻ്റെ കാര്യത്തിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. 18 ഇഞ്ച് വീലുകൾ തന്നെയാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അലോയ് ആണോ ഇപ്പോൾ ഉണ്ടായിരുന്ന അലോയ് ആണോ രസം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് കേട്ടോ. എനിക്ക് പഴയ അലോയ് ആണ് കുറച്ചുകൂടി രസമായിട്ട് തോന്നിയത്. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം, 360, അതായത് ആ 540 ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നും കൊടുത്തിട്ടില്ല. റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കേട്ട് തുറക്കാനുള്ള ഏരിയ കാണാം. റൂഫ് റെയിൽ അതൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ്. അതുപോലെ നമ്മൾ ആ DRL കണ്ട അതേ പാറ്റേണിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകും. ഇതിൻ്റെ എൻഡ് ഇങ്ങനൊരു മറ്റേ എന്താ പറയുക, സ്കോർപിയോ ഇല്ലേ, സ്കോർപിയോ ആ GV അതിൻ്റെ വാല് പോലെയാണ് ആക്ച്വലി ഇത്. DRLും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കണത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ടൈൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ ശരിക്കും നമ്മൾ വോൾവോയിലൊക്കെ കണ്ട പോലെ വാഗണറിലും കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റൈലിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സ്കോർപിയോ N എന്ന് പറയുന്ന ബാഡ്ജിങ്, അതിൻ്റെ NM ഉണ്ടോ, ആ ഒരു സ്കോർപിയോൻ്റെ വാലിൻ്റെ ആ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിവേഴ്സ് ലാമ്പ് യൂണിറ്റ് കാണാം ബമ്പറിനകത്ത്. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, LED അല്ല. അത് അപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഹാലജൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. ആക്ച്വലി ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കൊടുക്കുന്നതിനുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ചെളിയാവുന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ചെളിയാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. നമ്മളെ ഥാറൊക്കെ പോലെ അല്ലേ. ഇത് നോക്കി അങ്ങനെ ബെൻഡായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യട്ടോ ഉള്ളിൽ നിന്ന്. ഓക്കെ, സീറ്റ്. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ലഗേജ് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിൽ ലഗേജ് സ്പേസ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇത് പിടിച്ചിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സീറ്റിന് അങ്ങോട്ട് പോകും. ഇനി ഇതാ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടോ, ഈ പോക്കറ്റിനുള്ളിൽ ഒരു സാധനം ഉണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിന്മേൽ കുളത്തിയിടും. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ ബാക്കൊക്കെ പോകും. സോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയാൽ കേട്ടോ അവിടെ നിന്നോളൂ, വല്ലാണ്ട് ബാക്കിലേക്ക് പോകാതെ നിന്നോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് താങ്ങി നോക്കിയാൽ ഇവിടെ ഒരു ഫയൽ പോലെ ഒരു പോക്കറ്റ്, അതിനകത്താണ് നമ്മളെ ഹസാർഡിൻ്റെ സാധനം വെച്ചേക്കുന്നത്. അത് നൈസിലെ അത് ആവശ്യമില്ല, എന്തെങ്കിലും അത് സീറ്റിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പൊയ്ക്കോളും. നമുക്കിത് വിഡ്രോ ചെയ്ത് ഇതിനകത്ത് തന്നെ വെച്ച് ക്ലോസ് ചെയ്യാം. നൈസ്. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ AC വെൻ്റില്ല. ഇവിടെ നമുക്കൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ C ടൈപ്പ് ചാർജിങ് പോർട്ടില്ല. ഇവിടെ ആക്കി ഇരിക്കാൻ പറ്റുമായിരിക്കും. അത് നമുക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. 7 സീറ്റർ ആവണ സമയത്ത് ഇവിടെ ലഗേജ് സ്പേസ് തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും. വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസാണ്. പക്ഷേ അത് സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന സമയത്തും കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് സീറ്റ് ലെതർ സീറ്റുകളാണ്, വിത്ത് വെൻറ്റിലേഷനാണ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെമ്മറി ഫങ്ഷൻസോ കാര്യങ്ങളോ വന്നിട്ടില്ല. സെൻട്രൽ കൺസോൾ പിയാനോ ബ്ലാക്കും ലെതറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്. അതുപോലെ ആ ഒരു പിയാനോ ബ്ലാക്കിനകത്ത് കപ്പ് ഹോൾഡേഴ്സ്, ഗിയർ ലിവർ, സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാം. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ആക്ച്വലി ലെതറാണ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇതും പ്ലാസ്റ്റിക് ആണ്.
ഈ ഹാൻഡിലൊക്കെ കുറച്ചുകൂടി പ്രീമിയം, മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിലത്തെ രണ്ടും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ. അതായത് രണ്ട് സൈഡും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മിററിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കാൻ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അത് അത്യാവശ്യം ഉയരമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി, കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ കാലുകൂടെ തട്ടുകൊണ്ടാണ്. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല, കാരണം ഇത് കുറച്ചും കൂടി ഒരു റഗഡ് ആയിട്ടുള്ള വണ്ടിയാണ്. സോ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ആ ഒരു പേർപ്പസിലാണ്. അതുപോലെ കയറി ഇറങ്ങാൻ ഇവിടെ ഒരു പിടുത്തം കൊടുത്തിട്ടുണ്ട്, ഗ്രാബ് ഹാൻഡിൽസ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. ലെതർ റാപ്പിഡ് ആണ്, കുറച്ചൊരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. അതുപോലെ ധാരാളം കൺട്രോൾസ്, അതായത് നമ്മളെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കൈൻഡ് ഓഫ് തിങ്സ്, അതായത് അഡാസ് ലെവൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഫോൺ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ദാറ്റ്സ് എ നൈസ് ചേഞ്ച്. അതിനകത്ത് നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത്യാവശ്യം നല്ല റീഡബിൾ ആണ്, ഒരു പ്രീമിയം ഫീൽ നല്ല രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നടന്നേക്കുന്നത്. ഒരു 12.4 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, വെരി നൈസ് വൺ. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോണിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോളൊക്കെ ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാമറ ഉണ്ട്. 540 ഡിഗ്രി ക്യാമറയാണ്. നമുക്ക് റൈറ്റ് വ്യൂ, ലെഫ്റ്റ് വ്യൂ, താഴെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. 3D എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഒക്കെ അതുപോലെ ഫ്രണ്ടിൻ്റെ ആ ഒരു എഡ്ജ് വ്യൂ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനകത്തുള്ള വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്രൈവ് വീഡിയോ റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിക്കേ, അത് ഞാൻ അറിയാതെ ഒന്നുമ്പോൾ സെലക്ട് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റിങ്സ്, ഡ്രൈവ് വീഡിയോ, 4 വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നോ SD കാർഡാണ്, അതുകൊണ്ട് റെക്കോർഡ് ആവില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ജനറൽ വീഡിയോ, എമർജൻസി വീഡിയോ ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചില വണ്ടിയിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്, അതും ഇതിനകത്തുണ്ട് എന്നുള്ളത് പറഞ്ഞാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ സെൻട്രൽ കൺസോളിൻ്റെ, അത് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുണ്ട്. AC വെൻറ്റും ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു പൊസിഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ, അതിന് സ്വിച്ചസും ഡയൽസും കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ബട്ടൺസ് കാണാം. ഇത് നല്ല രസമുള്ളൊരു സ്പോർട്ടി ബട്ടൺസ്. അതിനകത്താണ് ഓട്ടോ ഹോൾഡ്, ഡ്രൈവ് മോഡ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ആണ്, അത് നേരത്തെ ഉള്ളതാണ്. പക്ഷേ അവിടെ വന്നിരിക്കുന്ന അഡീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 65 വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ചാർജിങ് പോർട്ടായിരുന്നു, ഇപ്പോൾ അത് 65 വോട്ടായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിലും അങ്ങനെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള. ബാക്കിൽ ഞാൻ കാണിക്കാം. ഇവിടെ നമുക്ക് നമ്മളെ കാർപ്ലേ ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഇതിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് C ടൈപ്പിനകത്തില്ല, A ടൈപ്പിനകത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സെൻട്രൽ കൺസോൾ ഞാൻ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് സൺറൂഫ്. പാനറമിക് സൺറൂഫ്, വലിയ പാനറമിക് സൺറൂഫാണ്. എത്ര ഏരിയ ഓപ്പൺ ആവും, ഇതിൻ്റെ ഓപ്പണിംഗ് ഏരിയ നോക്കിയാൽ ഇടാ, ഓഹോ, വലിയ സ്പേസ്, ധാരാളം എയർ അകത്തേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. അതേപോലെ തന്നെ ധാരാളം ലൈറ്റ് അകത്തേക്ക് കൊണ്ടുവരാനും അത് സഹായിക്കും. ഇതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് നോക്കിയാൽ അല്ലേ, വിശാലമായിട്ടുള്ള ഓപ്പണിംഗ് സ്പേസാണ് ശരിക്കും ഈ സൺറൂഫിനകത്ത് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നൈസ് സാധനം. ടാർലോക്സിൽ നമ്മൾ കണ്ടേക്കണ തന്നെയാണ്. ഇവിടെ നമ്മളെ സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഇവിടെ മിറർ കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിററും ലാമ്പും ഉണ്ട്. ലാമ്പ് റൂഫിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, നൈസ്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററിനെയും ഇവിടെ കാണാം. സീറ്റൊക്കെ നല്ലതാണ്. ഒരു കമാൻഡിങ് പൊസിഷൻ, നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ലംബർ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഡാഷ്ബോർഡൊക്കെ നോക്കിയാൽ വെരി പ്രീമിയം. സ്കോർപ്പിയോ എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ഗ്ലോ ബോക്സ്, സോണീൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം നോക്കിയാൽ സോണീൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. സോ മൊത്തത്തിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നോക്കുന്ന സമയത്ത് കാര്യമായ മാറ്റം വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഏരിയയെ മൊത്തം റീവർക്ക് ചെയ്തു. രണ്ടാമത്തെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നു. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് മൊത്തം ചേഞ്ച് ചെയ്ത പോലെ ഫീൽ ചെയ്യും. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരികയാണ്. അതിൻ്റെ മുന്നൊരു കാര്യം വരാം. ഈ ഗ്ലാസ് ഇല്ലേ, ഇത് ആക്ച്വലി UV ടിൻഡാണ്. ഇപ്പം ഫാക്ടറി ഫിറ്റായിട്ട് ടിൻഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. വാഹനത്തിനകത്തേക്ക് കയറാം. ഇവിടെ ഒരു പിടുത്തുണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നി. പിടുത്തമുണ്ട്. നമുക്കിതാ വാവ്, കൊള്ളാട്ടോ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും നല്ല ഉയരത്തിലേക്ക് കയറുന്ന പോലെയുണ്ട്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തേക്കുന്നു. ബാഗിലത്തെ 2 ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആണ്, നടുവിലത്തത് അഡ്ജസ്റ്റബിൾ അല്ല. റിയർ AC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ കാണാം. 65 വോട്ടിൻ്റെ ചാർജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ആൾക്കാർക്കും ചാർജ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് നോക്കിയാൽ ഒരു ഫോൺ പോക്കറ്റ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ വെക്കാം, തിരഞ്ഞെടുക്കേണ്ട അതിനുള്ളിലേക്ക് കയറ്റിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഫോൺ വെച്ചാൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധാരാളം ലെഗ് റൂമും ഹെഡ് റൂമും ഉണ്ട്. 4 വിരലിൻ്റെ ഗ്യാപ്പ് ലെഗ് റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്.
അതേപോലെ തന്നെ 4 വിരലിൻ്റെ ഗ്യാപ്പ് ഹെഡ് റൂം അവൈലബിൾ ആണ്. കാലൊക്കെ നമുക്ക് അതിനെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് നല്ല വിശാലമായിട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റും. അതിലൊന്നും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടുമില്ല. നൈസ്. ഇനി നമ്മൾ 3rd റോയിലേക്ക് പോവുകയാണ്. ഇതില്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 1 ടച്ച് ആയിട്ട് ഇത് ഇങ്ങോട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാക്കിയത് ഓട്ടോമാറ്റിക് അങ്ങോട്ട് വരും. അത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്തേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കയറാൻ. ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം. തൈ സപ്പോർട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ തെറ്റാണ്. ഓക്കെ, കാരണം അത് 3rd റോ അല്ലേ. യെസ്, ഈ സീറ്റ് ഇങ്ങോട്ട് കൊടുത്തിയാൽ അതായത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാണ്, അപ്പോൾ അടിപൊളിയായി ഞാൻ അവസാനം ബാക്കിൽ ഇരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കിരിക്കാം, അതായത് പ്രത്യേക സിറ്റുവേഷനിൽ ഇരിക്കാം. കുറച്ച് ചൂടെടുക്കും AC, പക്ഷേ ഇതിൻ്റെ AC ഭയങ്കര പവർഫുൾ ആണെന്നാണ് ഇത് ഉപയോഗിച്ച ആൾക്കാർ പറഞ്ഞു കേട്ടോ. സോ ഫ്രണ്ടിലത്തെ AC തന്നെ അത്യാവശ്യം ബാക്കിലേക്ക് എത്തും. 7 ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫാസ്റ്റ് ആണെന്നൊക്കെ ഉപയോഗിച്ചവർ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ചൂട് കൊടുക്കും. അത് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇരിക്കാം. ഹെഡ് റൂം ഇവിടെ ആവണ സമയത്ത് ഇതൊന്നുമില്ല, പക്ഷേ എൻ്റെ തല ശരിക്കും തട്ടുന്നത് ഇതിമലാണ്. അതുകൊണ്ട് തല തട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാകും. പുറത്തേക്കൊക്കെ നോക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആണ്. കിഡ്സിന് ഓക്കെയാണ്, പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ എഞ്ചിനിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഹുഡ് ഭയങ്കര വെയിറ്റ് ആട്ടോ. രാവിലെ വേണമെങ്കിൽ ബൈസപ്സിനൊക്കെ കളിക്കാനത് ഉപയോഗിക്കാം, ഷോൾഡറിനും കളിക്കാൻ തോന്നണം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീസൽ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നിരുന്ന വണ്ടി. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിൻ 175 PS പവറും 400 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. 6 സ്പീഡ് മാനുവലിനകത്തും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിനകത്തും ഇത് അവൈലബിൾ ആണ്. റിയർ വീൽ ഡ്രൈവായിട്ടും 4 വീൽ ഡ്രൈവായിട്ടും ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്, അതായത് ഡീസലിലേക്ക് വരുന്ന സമയത്ത്. മറ്റൊന്ന് നമ്മുടെ എം സ്റ്റാലിയൻ ടർബോ പെട്രോളാണ്. 203 PS പവറും 380 Nm ടോർക്കും അത് ഉൽപ്പാദിപ്പിക്കും. അത് 6 സ്പീഡ് ATയും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് തന്നെയാണ് അതും വരുന്നത് എന്നുള്ളതാണ്. സോ അതാണ് എഞ്ചിൻ്റെ കാര്യത്തിൽ പുതിയ അപ്ഡേഷനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. നേരത്തെയുള്ള എഞ്ചിൻ തന്നെയാണ്, അതിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. യെസ്, നല്ല ഗാനുണ്ട്, ഞാൻ വെറുതെ പറയില്ല, ശരിക്കും നല്ല ഗാനുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ സ്കോർപിയോ എൻ. വന്ന മാറ്റങ്ങൾ ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് പുതിയ വീലാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ചാർജിങ് പോർട്ട് മാറി, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറി, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാറി, പുതിയ സൺറൂഫ് വന്നു. AC-ൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ മാറിയോണ്ട് സെൻട്രൽ കൺസോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള വെൻറ്റിലേറ്റഡ് സീറ്റ്, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ലെവൽ 2 ADAS തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും പാർക്കിംഗ് സെൻസറുകളും ഒക്കെ തന്നെയും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ലുക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ്, ഡീസലുകൾ നിന്ന് പോകുന്ന കാലത്ത് E20 അടിക്കണമെന്ന് ടെൻഷനുള്ള കാലത്ത് നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാവുന്നത് ഇതിനകത്താണ്. മാനുവലിനകത്ത് അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് വകഭേദവും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. കുറച്ചും കൂടി നമ്മൾ കണ്ട് ശീലിച്ച ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഹൈലൈറ്റ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഇടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇറ മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് കൂടി പറയാം. 13,49,000 രൂപയാണ് സ്റ്റാർട്ടിങ്. അത് 25,69 ഏറ്റവും ടോപ്പ് എൻഡിൽ വരും. എക്സ് ഷോറൂം പ്രൈസ് എന്നാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങളുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.